അടുത്ത് നോക്കുന്ന കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ലെറ്റ് capital X be a continuous random variable, assuming values in the range 0 to infinity, and if PDF of X is given by probability density function of X is given by f of X is equal to theta e raised to minus theta X. X is greater than or equal to 0 and theta is greater than 0. Then X is said to follow an exponential distribution with parameter theta. ഇതാണ് നമ്മളെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ. അതായത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to infinity ആണ്. അതായത് കംപ്ലീറ്റ് റിയൽ ലൈൻ ആണ് ഇവരുടെ റേഞ്ച്. ആൻഡ് ഇറ്റ്സ് PDF is given by f of x is equal to theta e raised to minus theta x എന്നാണ്. where theta is a positive real number and x is greater than or equal to 0. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ തീറ്റ മാറുന്നതനുസരിച്ചിട്ട് ഏത് രീതിയിലും ആവാം. അപ്പൊ തീറ്റ 1 ആണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1 ഇ റേസ് ടു മൈനസ് 1x, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇങ്ങനെ വന്നാൽ ദിസ് ഇസ് ഓൾസോ ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പൊ തീറ്റ ഹാഫ് ആണെച്ചാലോ എഫ് ഓഫ് എക്സ് ഇത് തീറ്റ 1 ആകുമ്പോൾ ഇത് തീറ്റ ഹാഫ് ആണെങ്കിൽ അല്ലെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 e raised to minus x/2, where x is greater than or equal to 0. This is also an exponential distribution. അപ്പോൾ theta 2 ആണെച്ചാൽ 2 e raised to minus 2x എന്ന് വരും. ആ പാറ്റേണിലാണ് നമ്മളെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പൊ നമ്മൾ ഗാമ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ PDF നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം റേസ് ടു പി ബൈ ഗാമ പി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന രീതിയിൽ ഇതിന്റെ PMF നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ PMFൽ അല്ലെങ്കിൽ ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളുടെ 2 പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എം ആൻഡ് പി. ഇതിൽ പി എന്ന് പറയുന്നത് 1 വരുമ്പോൾ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ആക്ച്വലി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് എം കോമ പി എന്ന് പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ പി എന്ന് പറയുന്ന പാരാമീറ്റർ 1 ആവുമ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. അപ്പൊ എം റേസ് ടു 1 ബൈ ഗാമ 1. ഗാമ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 1. ഗാമ 1 എന്ന് പറഞ്ഞാൽ 1 ഒരു പോസിറ്റീവ് ഇൻഡിജർ ആയതുകൊണ്ട് ദിസ് ഇസ് 0 ഫാക്ടോറിയൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാമ പി വിൽ ബി ഈക്വൽ ടു പി മൈനസ് 1 ഫാക്ടോറിയൽ ഇഫ് പി ഇസ് എ പോസിറ്റീവ് ഇൻഡിജർ. പിന്നെ എക്സ് റേസ് ടു പി മൈനസ് 1, അപ്പൊ 1 മൈനസ് 1 വരും. ഇ റേസ് ടു മൈനസ് എം എക്സ് എന്നാണ് വരുന്നത്. ഓർ ദിസ് ഇസ് എം എക്സ് റേസ് ടു 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 0 വരുമ്പോൾ അത് 0 ആയിപ്പോയി. എം ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന് കിട്ടി, വേർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ നമുക്ക് പറയാം എക്സ് ഫോളോസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എം. അപ്പൊ ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ആക്ച്വലി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഗാമ ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന പോലെ തന്നെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വെയിറ്റിംഗ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് സക്സസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെയിറ്റിംഗ് ഫോർ ഫസ്റ്റ് സക്സസ് ആയിരുന്നു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അതേപോലെ തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂസ് അനലോഗ് ആണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ.
ഇപ്പൊ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഡിസ്ക്രീറ്റ് വെയിറ്റിംഗ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മളെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് കേസിലുള്ള വെയിറ്റിംഗ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദിസ് ഇസ് ഓൾസോ എ വെയിറ്റിംഗ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ഇൻ കണ്ടിന്യൂസ് കേസ്. കണ്ടിന്യൂസ് അനലോഗ് ആണ്, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു കണ്ടിന്യൂസ് അനലോഗ് ആണ് ആക്ച്വലി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വെയിറ്റിംഗ് ടൈം വരുന്നത് എന്ന് നോക്കാം. അതായത് രണ്ട് ഇവന്റുകൾ തമ്മിൽ, രണ്ട് സക്സസീവ് ആയിട്ടുള്ള ഇവന്റുകൾ തമ്മിൽ ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് അടുത്ത ഇവന്റ് നടക്കാനുള്ള വെയിറ്റിംഗ് ടൈമാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് ടൈമാണ്, വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ ടൈം ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്താണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ കണ്ടിന്യൂസ് കേസിലുള്ള വെയിറ്റിംഗ് ടൈം ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഇസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവെല്ലിൽ നടക്കുന്ന നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ആൻ ഇവന്റ്, അതാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്തത്. അപ്പൊ ഈ ഒക്കറൻസസ് ഓഫ് ഇവന്റിൽ ഓരോ ഇവന്റ് കഴിഞ്ഞാൽ അടുത്ത ഇവന്റിലേക്കുള്ള ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പൊ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ വെയിറ്റിംഗ് ടൈം നമ്മൾ അങ്ങനെയാണ് വരുത്തുന്നത്. ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താണെന്ന് നോക്കാം. അപ്പം മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് വരാൻ പോകുന്നത് അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to ഇൻഫിനിറ്റി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ 0 മുതൽ ഇൻഫിനിറ്റി ആണ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിളിന്റെ റേഞ്ച്. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ്, ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ തീറ്റയെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. തീറ്റനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇന്റഗ്രൽ തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്നാണ് നമുക്ക് വരുന്നത് അല്ലെ. ഇനി നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാമ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞവരാണ്. അപ്പൊ ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഗാമ ഫംഗ്ഷൻ എന്തായിരുന്നു, ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 സം വാല്യൂ മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ് എന്ന് ഒരു ഇന്റഗ്രേഷൻ വരികയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഗാമ പി ബൈ എം റേസ് ടു പി, ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി എന്ന് എഴുതും. അപ്പൊ ഇവിടുത്തെ ഇന്റഗ്രൽ നോക്കുമ്പോൾ ഇവിടെ എക്സ് വന്നിട്ട് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഓക്കെയാണ്. ഇവിടെ എക്സ് റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ്, ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന് പറയുന്ന അവിടെ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് വന്നിട്ടുണ്ട്, ഡി എക്സ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ എക്സിന്റെ പവറിനെ ഇപ്പൊ എക്സ് റേസ് ടു 1 ആണുള്ളത്. അപ്പൊ നമുക്ക് ഗാമ ഫംഗ്ഷൻ ആവണമെങ്കിൽ എക്സ് റേസ് ടു സംതിങ് മൈനസ് 1 എന്ന് വേണം, സം വാല്യൂ മൈനസ് 1 എന്നുള്ള രൂപത്തിൽ എഴുതണം. അപ്പൊ എക്സ് റേസ് ടു 1നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു 1 എന്നുള്ളതിന് എക്സ് റേസ് ടു 2 മൈനസ് 1 എഴുതിക്കൂടെ. അതായത് ഈ പാറ്റേണിലേക്ക് വരുത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം 1ന് നമ്മൾ പി മൈനസ് 1 എഴുതി. അപ്പൊ എക്സ് റേസ് ടു 2 മൈനസ് 1 ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്ന് നമ്മൾ എഴുതി. ഇപ്പൊ ഇത് ശരിക്കും ഒരു ഗാമ ഫംഗ്ഷൻ പോലെയായി. ഇവിടെ ഗാമ ഫംഗ്ഷനിൽ പി വന്ന സ്ഥാനത്ത് ഈ കേസിൽ 2 ആണ് വന്നിരിക്കുന്നത്. അതുമാതിരി ഇവിടെ അല്ലെ, അതുമാതിരി എം വന്ന സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്, തീറ്റയാണ് വന്നിരിക്കുന്നത്. അപ്പം പാരാമീറ്റേഴ്സ് 2 and തീറ്റ വരുന്ന ഒരു ഗാമ ഫംഗ്ഷൻ ആണ് നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ കാണുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഇതിനെ നമുക്ക് ഗാമ ഫംഗ്ഷൻ ആണ് വെച്ചാൽ ഗാമ പി ബൈ എം റേസ് ടു പി എന്നാണ് എഴുതുന്നത്. അപ്പൊ ഗാമ പി ഇവിടെ ഗാമ 2 ഡിവൈഡഡ് ബൈ എം റേസ് ടു പി തീറ്റ റേസ് ടു 2 എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ തീറ്റ ക്യാൻസൽ ചെയ്തു പോകും അല്ലെ. അപ്പൊ ഡിനോമിനേറ്ററിൽ ഒരു തീറ്റ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. വാട്ട് ഈസ് ഗാമ 2? 2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ഗാമ പി ഇസ് പി മൈനസ് 1 ഫാക്ടോറിയൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗാമ 2 ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഫാക്ടോറിയൽ എന്ന് വരും. സോ ദ വാല്യൂ ഈസ് 1. അപ്പൊ ഗാമ 2 എന്ന് വന്നവിടെ നമുക്ക് 1 എന്ന് കൊടുക്കും. The mean of an exponential distribution with parameter theta is 1 by theta. അപ്പൊ എന്താണോ
നമ്മൾ എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിളിന്റെ പാരാമീറ്റർ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും അതിന്റെ മീൻ. പിന്നെ പാരാമീറ്റർ 2 ആണെങ്കിൽ മീൻ ഓഫ് ദാറ്റ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി 1/2. ഇപ്പൊ നമ്മൾ 1/2 ആണ് നമ്മുടെ പാരാമീറ്റർ എങ്കിൽ, തീറ്റയുടെ സ്ഥാനത്ത് 1/2 ആണ് വന്നതെങ്കിൽ നമുക്ക് പറയാം മീൻ വിൽ ബി ഈക്വൽ ടു 2 എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പം വേരിയൻസ് ഓഫ് എനി റാൻഡം വേരിയബിൾ v of x is equal to expectation of x square minus expectation of x the whole square. ഇങ്ങനെയാണ് നമ്മൾ ഒരു റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ്പോണൻഷ്യൽ കേസിൽ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/θ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മാത്രം കണ്ടാൽ മതി. അപ്പൊ വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ് x square into f of x dx. That is equal to integral 0 to infinity. ഇതാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച്. x square into f of x. f of x is theta e raised to minus theta x dx. അതാണ് വരുന്നത്. That is equal to, ഇവിടുന്ന് തീറ്റനെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പൊ ഇന്റഗ്രൽ 0 to infinity x square e raised to minus theta x dx എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ നമ്മൾ ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നു. നമുക്ക് ഗാമ ഫംഗ്ഷൻ ഒരിക്കൽ കൂടി എഴുതാം. അപ്പൊ ഇന്റഗ്രൽ 0 to infinity x raised to p minus 1 e raised to minus mx dx. ഇങ്ങനെ വന്നാലാണ് നമ്മളതൊരു ഗാമ ഫംഗ്ഷൻ ആണ് ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഗാമ p ബൈ m raised to p എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതണമെങ്കിൽ എക്സിന്റെ പവറിൽ സം വാല്യൂ -1 വേണം. അതായത് p -1 എന്നുള്ള രൂപത്തിൽ വേണം. അപ്പൊ ഇവിടെയുള്ള എക്സ് സ്ക്വയറിനെ എക്സ് റേസ് ടു 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 3 -1 എന്ന് എഴുതാം. എക്സ് റേസ് ടു 2നെ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 3 -1 എഴുതാം. ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ്. അതായത് എം എക്സ് എന്ന് വന്ന സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന് വേണ്ട അവിടെ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് എന്ന് വന്നിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഗാമ ഫംഗ്ഷൻ വിത്ത് പി ഇസ് ഈക്വൽ ടു 3. p -1 എന്ന് വരുന്നവിടെ ഇവിടെ 3 -1. അതായത് എം വന്നവിടെ എന്താണ്? എം ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഇതൊരു ഗാമ ഫംഗ്ഷൻ ആണെച്ചാൽ ദ വാല്യൂ ഗാമ പി ദാറ്റ് ഈസ് ഗാമ 3 ഡിവൈഡഡ് ബൈ എം റേസ് ടു പി ദാറ്റ് ഈസ് എം ഇസ് തീറ്റ. തീറ്റ റേസ് ടു 3 എന്ന് നമുക്ക് പറയാം. ഓർ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു തീറ്റ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഡിനോമിനേറ്ററിൽ തീറ്റ സ്ക്വയർ ആവും. പിന്നെ നമുക്ക് ഗാമ 3 ആണ് വരുന്നത്. അപ്പൊ ഗാമ പി എന്ന് പറഞ്ഞാൽ എന്താണ്? p -1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇവിടെ 3 -1 ഫാക്ടോറിയൽ ആണ്. ഓർ ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ബൈ തീറ്റ സ്ക്വയർ. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 2 ബൈ തീറ്റ സ്ക്വയർ. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് വരുന്നത് 2 ബൈ തീറ്റ സ്ക്വയർ ആണ്. പിന്നെ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് നോക്കാം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് 2 ബൈ തീറ്റ സ്ക്വയർ ആണ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വിച്ച് ഇസ് 1 ബൈ തീറ്റ അതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 2 ബൈ തീറ്റ സ്ക്വയർ minus 1 by theta square, or this is equal to 1 by theta square എന്ന് നമുക്ക് പറയാം. അപ്പൊ വേരിയൻസ് ഓഫ് എക്സ് is equal to 1 by theta square. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ് എന്താ നമുക്ക് നോക്കാം. അപ്പൊ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എം എക്സ് ഓഫ് ടി is equal to എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആവുമ്പം ദിസ് ഇസ് ഇന്റഗ്രൽ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ നമ്മളുടെ ഒരു എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിളിന്റെ പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ആണ്. ആൻഡ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഇസ് 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു
f of x is theta e raised to minus theta x dx. ഇവിടെ തീറ്റനെ നമുക്ക് പുറത്തേക്ക് എടുത്തു വെക്കാം. ദിസ് ഇസ് തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ ഇ റേസ് ടു ടി എക്സ് ഉണ്ട്, ഇവിടെ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഉണ്ട്. അതിനെ രണ്ടിനും കൂടി നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഇ റേസ് ടു ടി എക്സ് മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓർ ദിറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എക്സിനെ നമുക്ക് പുറത്തെടുത്ത് വെക്കാം. എക്സിനെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ ടി മൈനസ് തീറ്റ ഇൻറ്റു എക്സ് എന്ന് വരും ഡി എക്സ്. പക്ഷെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു മൈനസിനെ കൂടി നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ദിസ് ഇസ് തീറ്റ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ടി മൈനസ് തീറ്റ എന്നുള്ളതിനെ മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി ഇൻറ്റു എക്സ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു, ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി ഇൻറ്റു എക്സ് അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇ റേസ് ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ദറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് വിച്ച് ഇസ് മൈനസ് തീറ്റ മൈനസ് ടി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ദറ്റ് കോൺസ്റ്റന്റ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി ആണ്. എന്നിട്ട് എക്സിന് അതിന്റെ റേഞ്ച് കൊടുക്കാം 0 ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ മൈനസ് ഇങ്ങോട്ട് എടുത്തു വെച്ചു, മൈനസ് ഓഫ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ടി എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് എക്സിന് അതിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ഇൻഫിനിറ്റി കൊടുക്കാം. ഇ റേസ് ടു മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി ഇൻറ്റു ഇൻഫിനിറ്റി വിച്ച് ഇസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് എഴുതാം. മൈനസ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇ റേസ് ടു മൈനസ് തീറ്റ മൈനസ് ടി ഇൻറ്റു 0 ദറ്റ് ഇസ് ഇ റേസ് ടു 0 എന്നാണ് എഴുതുന്നത് അല്ലെ. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് 0 മൈനസ് ഇ റേസ് ടു 0 ഈസ് 1. അപ്പോൾ ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു മൈനസും ബാക്കിയുണ്ട്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ടി എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ തന്നെ എം ജി എഫ് ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയി. പക്ഷെ നമ്മൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് യാതൊരു മാറ്റവും വരുന്നില്ല അല്ലെ. അപ്പൊ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ദറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ തീറ്റ ബൈ തീറ്റ, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടിനെയും തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ തീറ്റ ബൈ തീറ്റ എന്ന് വരുമ്പോൾ 1 മൈനസ് ടി ബൈ തീറ്റ എന്ന് വരുന്നു. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1. അപ്പൊ ഈ ഫോമിലാണ് നമ്മൾ സാധാരണയായിട്ട് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫിനെ എഴുതുന്നത്. 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1. റിസൾട്ട്: if x1, x2, etc. xp are p independent exponential random variables having the parameter theta, then the random variable x1 plus x2, etc. plus xp follows a gamma distribution. That is, the sum of p independent exponential random variables is a gamma random variable. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്ന റിസൾട്ട്. അതായത് സം ഓഫ് ഇൻഡിപെൻഡന്റ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾസ് ദാറ്റ് ഇസ് എ ഗാമ റാൻഡം വേരിയബിൾ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എം ജി എഫിന്റെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എം ജി എഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് n ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് തന്നിട്ടുണ്ട്, x1, x2, എക്സെട്ര xp. ഇവരെല്ലാവരും തന്നെ ഇൻഡിപെൻഡന്റ് ആണ് ആൻഡ് ദേ ആർ ഇൻഡിപെൻഡന്റ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവര് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ ആണ്, അവരെ പാരാമീറ്റർ തീറ്റയാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം എക്സ്പോണൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ എം ജി എഫ് എന്താണ് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം, the MGF of an exponential distribution with parameter theta is 1 minus t by theta whole raised to -1. ഇതാണ് MGF of an exponential random variable with parameter theta. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന x1 is an exponential random variable with parameter theta. Therefore, mx1 of t is equal to 1 minus t by theta whole raised to -1.
അതുമാതിരി x2 എന്തുതന്നെയാണ്, ഇറ്റ്സ് ഓൾസോ ആൻ എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ തീറ്റ. അപ്പൊ എം x2 ഓഫ് ടി യു എന്തുതന്നെ എഴുതാം, 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1 എന്ന് എഴുതും. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് റാൻഡം വേരിയബിൾ എക്സ് പി അല്ലെ, എം എക്സ് പി ഓഫ് ടി, അതും ഒരു എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ എം എക്സ് പി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ പി ഇൻഡിപെൻഡന്റ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾസിന്റെയും എം ജി എഫ് സെയിം തന്നെയാണ് വരുന്നത്. 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1 എന്നാണ് വരുന്നത് അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവരുടെ സം x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് എക്സ് പിയുടെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിട്ട് അത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് നമുക്ക് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ x1 പ്ലസ് x2 പ്ലസ് എക്സ് പിയുടെ എം ജി എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് എം ജി എഫ് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഡിസ്ട്രിബ്യൂഷനെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, കൺസിഡർ ദ എം ജി എഫ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സ്, ദറ്റ് ഈസ് എം x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് എക്സ് പി. അതിന്റെ എം ജി എഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ എം ജി എഫിന്റെ പ്രോപ്പർട്ടി പറയുന്നത്, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ദെൻ എം എക്സ് പ്ലസ് വൈ ഓഫ് ടി ക്യാൻ ബി റിട്ടേൺ ആസ് എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് ടി. അതായത് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിളുകളുടെ സമ്മിന്റെ എം ജി എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം, അവരുടെ എം ജി എഫുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ അതേപോലെ ഇവിടെ ഉള്ള x1 x2 എക്സെട്ര എക്സ് പി ഇവരെല്ലാവരും തന്നെ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആയിരുന്നു. ദെർഫോർ ഇവരുടെ സമ്മിന്റെ എം ജി എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം, എം x1 ഓഫ് ടി ഇൻറ്റു എം x2 ഓഫ് ടി എക്സെട്ര ഇൻറ്റു എം എക്സ് പി ഓഫ് ടി എന്ന് നമുക്ക് എഴുതാം. ഈ റിസൾട്ടാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഓരോ എം ജി എഫും നമ്മൾ എഴുതി വെച്ചതാണ് അല്ലെ. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് m1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1. മറ്റേ എം x2 ഓഫ് ടി ഈസ് 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1. അങ്ങനെ ലാസ്റ്റ് എം ജി എഫ് 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1. അതായത് 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1 എന്ന രീതിയിലുള്ള പി ടേമുകളെയാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1. അതിനെ നമ്മൾ പി ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു, ഇവിടെ -1, ഇവിടെ പുറത്ത് പി ഉണ്ട് അല്ലെ. അപ്പോൾ ദാറ്റ് ഈസ് മൈനസ് പി. ഇതാണ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് പിയുടെ എം ജി എഫ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ കിട്ടിയിരിക്കുന്നത് ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ പി ആൻഡ് എം. പിയും എമ്മും പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അവരുടെ എം ജി എഫ് ഇസ് ഗിവൺ ബൈ എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ എം ഹോൾ റേസ് ടു -p എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -p ആണ്. അതായത് ദിസ് ഇസ് ദ എം ജി എഫ് ഓഫ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് പി ആൻഡ് തീറ്റ. എമ്മിന് പകരം ഇവിടെ തീറ്റ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ദിസ് ഇസ് ദ എം ജി എഫ് ഓഫ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് parameters p and theta. അത് ആരുടെ എം ജി എഫ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, x1 പ്ലസ് x2 എക്സെട്ര എക്സ് പിയുടെ എം ജി എഫ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ് ആണ്. വിച്ച് മീൻസ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് എക്സ് പി വിൽ ഫോളോ എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ p, theta.